ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഉപാസാണേ. അപ്പോൾ നമ്മളെ ടി വി എസിൻ്റെ ഓർബിറ്റർ ഏകദേശം ഇപ്പോൾ ഒരു 4 മാസമായി, 4 മാസം കഴിഞ്ഞു വണ്ടി എടുത്തിട്ട്. അപ്പോൾ അന്ന് കുറേ നല്ല കാര്യങ്ങളൊക്കെ വണ്ടീനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് മോശം കാര്യങ്ങളും കൂടി പറയാം. അപ്പം നമ്മൾ കൂടുതൽ സമയം യൂസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മോശപ്പെട്ട കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. നമ്മളെ ടി വി എസിൻ്റെ ഐക്യൂബ് കണ്ടിട്ട് ആരും ഓർബിറ്റർ എടുക്കാൻ പോകരുത്. കാരണം പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ മോട്ടർ കപ്പാസിറ്റി തന്നെയാണ്. പല സമയങ്ങളിലും എന്നെ മോട്ടർ ചതിച്ചിട്ടുണ്ട്. ചെറിയൊരു കുഴിയിലൊക്കെ നിർത്തി പിന്നെ എടുക്കാൻ നോക്കുമ്പോൾ വണ്ടി മൂവ് ആവില്ല. അതുപോലെ തന്നെ അപ്പോൾ ലോ പെർഫോമൻസ് എന്ന് കാണിക്കും. ഈ ലോ പെർഫോമൻസ് ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വലിയ കാര്യമാക്കി എടുത്തില്ല. പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പണി കിട്ടി. വണ്ടി റണ്ണിങ് കണ്ടീഷനിലൊക്കെ ലോ പെർഫോമൻസ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കമ്പനിയിലേക്ക് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ ജോബ് കാർഡൊക്കെ തന്ന് ഒരാഴ്ച എടുക്കും നോക്കാമെന്നൊക്കെ പറഞ്ഞു. ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കമ്പനിയിൽ സർവീസിന് കൊടുത്തത്. സർവീസല്ല, ഇത് വന്നിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ലോ പെർഫോമൻസ് ഇഷ്യൂ റണ്ണിങ് ടൈമിൽ. അപ്പോൾ ലാസ്റ്റ് അവർ പറഞ്ഞത് കപ്ലർ, ഒരു വയറിങ്ങിൻ്റെ കപ്ലർ കുറച്ച് ലൂസായതാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ എനിക്കത് ലേബർ ചാർജ് ഇട്ട് തന്നു. ഏകദേശം 600 രൂപ, 599 രൂപയാണ് ലേബർ ചാർജ് വരുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇലക്ട്രിക്കൽ വണ്ടിക്ക്, ടി വി എസിൻ്റെ ഇലക്ട്രിക്കൽ വണ്ടിക്ക് പിന്നെ ഫ്രീ സർവീസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. എന്ത് ചെയ്താലും അതിന് ലേബർ ചാർജ് കൊടുക്കണം. പിന്നെ എന്തെങ്കിലും വാറണ്ടിയിൽ മാറ്റുകയാണെങ്കിൽ മാത്രമേ ലേബർ ചാർജ് ഇല്ലാതാവുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് വയറിങ്ങിൻ്റെ ഇഷ്യൂ ഒന്നുമല്ല. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ 2 പേരെ വെച്ചിട്ട് ഒരു കയറ്റം കയറാൻ ശ്രമിച്ചതാണ് ഞാൻ. അപ്പോൾ അത് കയറുന്നില്ല, ലോ പെർഫോമൻസ് എന്ന് കാണിച്ചു. അതിനുശേഷം മോട്ടറിന് കപ്പാസിറ്റി തീരെ ഇല്ല. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കാണിക്കുന്നത് ലോ പെർഫോമൻസ് എന്നാണ്. കാരണം ഇതൊരു ഹബ്ബ് മോട്ടറാണ്. അപ്പോൾ മോട്ടറിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ട്, ഞാനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കണ്ടാൽ അറിയാം. അപ്പോൾ ഐക്യൂബിൻ്റെ പവറും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് ആരും ഈ ഓർബിറ്റർ എന്ന വണ്ടി എടുക്കാൻ പോകരുത്. പിന്നെ മൈലേജ് 158 കമ്പനി പറയുന്നുണ്ടെങ്കിലും ഫുൾ ചാർജ് ചെയ്താൽ അതിൽ കാണിക്കുന്നത് 115 പക്ഷേ 115 പോയിട്ട് നമുക്കൊരു 80 പോലും സിറ്റി ഡ്രൈവിൽ കിട്ടൂല. ഒരു സിറ്റിയിൽ നമുക്ക് ഒരു ഫുള്ളായിട്ട് ഒരു 100% ചാർജ് വെച്ച് ഒരു ദിവസം ഓടിക്കുകയാണെങ്കിൽ ഒരു 60-65 കിലോമീറ്റർ മാത്രമാണ് കിട്ടുന്നത്. അതിപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തതാണ്. പിന്നെ പ്രധാനപ്പെട്ടൊരു പോരായ്മയാണ് ഈ ഡിസ്ക് ഇല്ലായ്മ, ഡ്രം ബ്രേക്കാണ്. അപ്പോൾ നമ്മളൊരു 40 കിലോമീറ്ററിൻ്റെ ഒക്കെ മേലെ പോവുകയാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്തതിൻ്റെ ഫീല് നമുക്ക് നല്ലോണം കിട്ടും. കാരണം ബ്രേക്ക് ചെയ്താൽ വണ്ടി നിൽക്കാൻ കുറച്ച് പാടാണ്, കുറച്ച് കൂടുതൽ പാടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഓർബിറ്ററിൽ. അപ്പോൾ 3 കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് ഓർബിറ്റർ എടുക്കാൻ പോകുന്നവരോട് പറയാനുള്ളത്. ഒന്ന്, മൈലേജ് തന്നെയാണ്. കമ്പനി പറഞ്ഞ മൈലേജൊന്നും കിട്ടില്ല. പിന്നെ നമ്മളൊരു ദിവസം ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ ഓടിയാൽ ഒരാഴ്ചത്തേക്ക് എന്താ പറയേണ്ടത്, ഒരു 100 കിലോമീറ്ററൊക്കെ അടുപ്പിച്ച് കിട്ടും. ഒരു 80 100ഒന്നും ഇല്ല, ഒരു 80-85 കിട്ടും. പക്ഷേ നമ്മൾ ഒരു ദിവസം 50-60 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ അത്രയും കിട്ടും. മാക്സിമം പോലെ ഒരു 60 അത്രയും കിട്ടും. കാരണം സിറ്റി ഡ്രൈവിൽ വളരെ മൈലേജ് കുറവാണ്. പിന്നെ മോട്ടറിന് കപ്പാസിറ്റി വളരെ കുറവാണ്. ഒരു കയറ്റമൊക്കെ കയറ്റം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വലിയൊരു കയറ്റമാണ്, ചെറിയ കയറ്റങ്ങളല്ല. വലിയ കയറ്റം 2 ആളെ വെച്ച് കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. അഥവാ നിങ്ങൾ കയറാൻ ശ്രമിച്ചാൽ പിന്നെ അത് ഡിസ്പ്ലേ കാണിക്കുന്നത് ലോ പെർഫോമൻസ് ആണ്. പിന്നെ കംപ്ലൈൻ്റ് ആയി. ഇതുവരെ എനിക്ക് ആ കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്തില്ല. അവർ പറയുന്നത് വയറിങ് ഇഷ്യൂ ആയിരുന്നു, കപ്ലറിൻ്റെ ലൂസായിരുന്നു ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇനിയിപ്പം ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് സർവീസിന് കൊടുക്കാൻ പോവുകയാണ്. കാരണം ആ ഇഷ്യൂ ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ 3-മത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഡിസ്ക് ബ്രേക്ക്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് അനിവാര്യമായിരുന്നു, പക്ഷെ അത് കൊടുത്തില്ല. അപ്പോൾ വണ്ടി പൈസ കുറവാ, 1,50,000 ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ നമ്മളെ കേരളത്തിലെ റോഡുകളിലേക്ക് ഇത് അനിവാര്യമാണോ എന്ന് 2-3 പ്രാവശ്യം ചിന്തിക്കണം. കാരണം
തോന്നുന്നില്ല ഇത് അനിവാര്യമാണ്. കേരളത്തിലെ റോഡിൽ ഈ വണ്ടി അനിവാര്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പെർഫോമൻസ് തന്നെയാണ്, പിന്നെ മൈലേജും, അത് രണ്ടുമാണ് എനിക്ക് പറയാനുള്ളത്. പെർഫോമൻസും മൈലേജും, പിന്നെ അതിൻ്റെ കൂടെ ഈ ഡിസ്ക് ബ്രേക്ക് ഇല്ലായ്മ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഈ വണ്ടി വാങ്ങുന്നതിൻ്റെ മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങൾ: മൈലേജ്, മോട്ടറിൻ്റെ പവർ, പിന്നെ ഡിസ്ക് ബ്രേക്ക് ഇല്ലായ്മ. ഇത് മൂന്നും നമുക്ക് പ്രശ്നം തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലെ റോഡുകളിൽ. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ കയറ്റങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഈ മോട്ടർ വെച്ചിട്ട് 2 ആളെയൊക്കെ വെച്ച് കയറുക എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമാണ്. ഞാൻ ഈ ചെറിയ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ചെറിയൊരു യൂസർ റിവ്യൂ ആണ്. 2500 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. ഒരു 4-4.5 മാസം യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു. പിന്നെ ഈ 2 ഇഷ്യൂ വന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.